ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയിൽ നിന്നും നമ്മുടെ അമൽ പുറത്തായിരിക്കുകയാണ്. ഇവിടെ അമലിൻ്റെ ആ ഒരു പുറത്തുപോക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം അമലിൻ്റെ യഥാർത്ഥ പേഴ്സണാലിറ്റി എന്താണെന്ന് പോലും ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പോലും പ്രേക്ഷകരുടെ മുന്നിൽ മനസ്സിലാക്കിക്കാൻ അമലിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അമൽ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചില ടാസ്കുകൾ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലയിടങ്ങളിൽ ഫെയിലാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് പോലെ ഒരു ഷോയിലേക്ക് വരുമ്പോൾ ടാസ്കുകൾ മാത്രം ചെയ്താൽ പോരല്ലോ. അവിടെ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, നമ്മുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, മറ്റുള്ളവരായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇടപഴകുന്നത്, നമ്മൾ എങ്ങനെയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു വരുന്നത് എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ അമലിന് സാധിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ബിഗ് ബോസ് വീട്ടിൽ പോയി മിണ്ടാതെ നിൽക്കാൻ പറ്റത്തില്ല. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളുള്ളിൽ തന്നെ നമ്മൾ ആരാണ് എന്ന് പ്രേക്ഷകർക്കും ജഡ്ജസിനും മനസ്സിലാകണം. അതുമാത്രമല്ല, ഓരോ മത്സരാർത്ഥിയും തിരഞ്ഞെടുക്കുമ്പോൾ ഷോയുടെ മേക്കേഴ്സിന് അവരുടേതായ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അമലിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിയാലും അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നത്തില്ല കേട്ടോ. അത് എപ്പിസോഡൊക്കെ കണ്ടവർക്ക് ശരിക്കും മനസ്സിലാവും. ഇവിടെ അമലിന് കഴിവില്ല എന്നല്ല, പക്ഷേ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ അമലിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ വാസ്തവം കേട്ടോ. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ജഡ്ജസും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അഗ്നിപരീക്ഷ പോലൊരു ഫോർമാറ്റിൽ പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള ജഡ്ജസിൻ്റെ ശ്രദ്ധയിൽപ്പെടുക എന്നത് വളരെ ടാസ്ക്കാണ് കേട്ടോ. കാരണം അവിടെ ഓരോ മത്സരാർത്ഥിയും തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചാൽ താൻ ആരാണെന്ന് തെളിയിക്കണം. വെറുതെ അവിടെ പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും അമൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറത്തായിരിക്കുകയാണ്. സത്യത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഒരു എവിക്ഷനായിട്ടാണ് കേട്ടോ ഇത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെയാണ് തങ്ങളുടെ പേഴ്സണാലിറ്റി പുറത്തെടുത്ത് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ.